പിന്നെ യൂട്യൂബിൽ എന്താ പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നും കൂടി പറ ഹലോ, വെൽക്കം ടു ജസ്മിഷ് തിങ്സ്. ഇന്നത്തെ വീഡിയോയില് എന്റെ ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. ചേച്ചി എന്ന് പറയുമ്പോൾ എന്റെ പപ്പയുടെ ചേട്ടന്റെ മോളാണ്. എന്റെ പപ്പയും സഹോദരന്മാരെല്ലാവരും കൂടി 8 മക്കളാണ്. അതില് മൂത്ത ബ്രദറിന്റെ മകള്, അതായത് വർഗീസ് അങ്കിളിന്റെയും മാഗി ആന്റിയുടെയും മകളാണ് ബെറ്റ്സ് ചേച്ചി. അപ്പൊ ബെറ്റ്സ് ചേച്ചിയുടെ പുതിയ വീടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ബെറ്റ്സ് ചേച്ചിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബെറ്റ്സ് ചേച്ചിയുടെ പുതിയ വീട് വരുന്നത് നായരമ്പലത്താണ്, വൈപ്പിൻ. അവിടെ തന്നെ പപ്പയുടെ ഒരു പെങ്ങള് താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നാണ് റെഡിയായി പുതിയ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലെത്തി. അപ്പോൾ അവിടെ ബെറ്റ്സ് ചേച്ചി, ആശ് ചേച്ചി, മാഗി ആന്റി, റോബിൻ എല്ലാവരും ഗസ്റ്റിനെ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇതെന്റെ മോളുടെ ഹൗസ് വാമിംഗ് ആണ്. ഇവിടെ എല്ലാവരും ഇവിടെ സ്വാഗതം ചെയ്യുന്നത്. ബെറ്റ്സി റോയ്ക്കൊരു മകനുണ്ട്. അവരുടെ 3 പേരാണ്. ഞങ്ങളാണ് ആദ്യം എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഗസ്റ്റ് വന്നു തുടങ്ങി. ബെറ്റ്സ് ചേച്ചി എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റ്സ് ചേച്ചിയാണ് റോസ് ചുരിദാർ ഇട്ട് നിൽക്കുന്നത്. പിന്നെ പപ്പയുടെ പെങ്ങളാണ് അതിന്റെ സൈഡിൽ എൽസം ആന്റി. പിന്നെ അതിന്റെ ആ ഗ്രേ കളർ സാരിയാണ് നാനി ആന്റി, പപ്പയുടെ ഇളയ പെങ്ങളാണ്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പയുടെ പെങ്ങളുടെ മകളാണ് സുമ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടല്ല വന്ന് എൽസം ആന്റിനെ സ്വീകരിക്കുന്നതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ വീഡിയോയിൽ കുറെ സ്ഥലത്ത് സുമ ചേച്ചിനെ ഇനി കാണും. കാരണം ഇത് യൂട്യൂബ് വീഡിയോ ആണെന്ന് അറിഞ്ഞിട്ട് അല്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സുമ ചേച്ചി. ഇതെന്റെ മോളും അവളുടെ എല്ലാ സെറ്റുകാരും കൂടി വാതിക്കൽ കസേരയിലിരുന്ന് ഊഞ്ഞാലാടുകയാണ്. എത്ര പറഞ്ഞിട്ടും കാലാട്ടാതെ ഇരിക്കുന്നില്ല. അപ്പോൾ ബെറ്റ്സ് ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെയും കൂടി ഫോട്ടോ എടുത്തോന്നു. അങ്ങനെ ഞാൻ അതും വീഡിയോ എടുത്ത്. ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് കയറി പോകുന്നുണ്ട് അകത്തേക്ക്. പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കസിൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്നില്ലല്ലോ, എല്ലാവരും പല സ്ഥലത്തായതുകൊണ്ട് വല്ലപ്പോഴും ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പുറത്തും കുറേ പേര് പുറത്തും പിന്നെ കുറേ പേര് മോളില് അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് എടുക്കണുണ്ട്. ഇതേ കാൻഡിഡ് ആണിത്, കാൻഡിഡ്. അങ്ങനെ ആശേച്ചിയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മിന്നു വന്നത്. മിന്നുവും അമ്മയും കൂടിയാണ് വന്നത്. അതിന്റെ പുറകെ തന്നെ ജിഷ ചേച്ചി എത്തിയിട്ടുണ്ട്. ജിഷ ചേച്ചി എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ മോളാണ്. ജിഷ ചേച്ചിയും കുര്യൻ ചേട്ടനും അവര് മാഞ്ഞാലിയിലാണ് താമസിക്കുന്നത്. അവിടെ 2 മക്കളാണ്, ഐബിനും ഇഷാനും. എല്ലാവരെയും കണ്ട് നമ്മൾ മീറ്റ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് കാണുന്നത്. അമ്മ ചിരിച്ചിരുന്നമ്മ. ഇത് മെർലി ചേച്ചിയും 2 മക്കളും, അന്നയും മിന്നയും. ഇവർ സ്ഥിരമായിട്ട് എൻ്റെ യൂട്യൂബ് വീഡിയോ കാണാറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. മെർലി ചേച്ചിയുടെ വീട് ഇരിങ്ങാലക്കുടയാണ്. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളാണ് മെർലി ചേച്ചി. യൂട്യൂബിൽ വരും.
പറയൊന്നുമില്ല. ഈ നിൽക്കുന്നതാണ് ബെറ്റ് ചേച്ചിയുടെയും റോയ് ചേട്ടന്റെയും മകൻ റോബിന്റെ പുതിയ വീട്ടിലേക്ക് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായി. അപ്പൊ എല്ലാവരെയും അവൻ പരിചയപ്പെടുത്തുകയാണ് ഫ്രണ്ട്സിനെ. ചേച്ചി ഈ പരിപാടി കഴിഞ്ഞിട്ട് വേറെ ഏതോ പരിപാടി ഉണ്ട്, എനിക്ക് കുർബാന കൊള്ളപ്പാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഗ്ലാമർ അല്ലേ ഇടിയെന്ന്. സാവിയോന് വാട്ടർ ടാങ്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്തെ കുളം കൊണ്ടേ കാണിച്ചു കൊടുത്തു. കാരണം വാട്ടർ ടാങ്ക് മുകളിലാണല്ലോ, ആ വെയിലത്ത് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ജയൻ ചേട്ടനും വന്നു, മെൽബിച്ചേട്ടൻ വന്നു. മെൽബിച്ചേട്ടൻ മെർലി ചേച്ചിയുടെ സഹോദരനാണ്. മെൽബിച്ചേട്ടന്റെ ഫാമിലിയാണത്. അപ്പൊ മെൽബിച്ചേട്ടൻ ആശേച്ചിനോട് എന്തോ പറയുന്നുണ്ട്. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.